അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്, റമദാൻ 18-ത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിത് ഒരു 5 മണിയല്ല കേട്ടോ, ഒരു 3-4 മണിയായ സമയത്ത് ഞാൻ ചിക്കൻ അതായത് വറുത്തരച്ചിട്ടിട്ടൊന്ന് കറി വെക്കുന്നത്. കുറേ നാളായിട്ട് ഇങ്ങനെയൊക്കെ കറി വെച്ചിട്ട് കൊല്ലങ്ങളായി എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ വെക്കാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ ചിക്കൻ കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെച്ചാൽ നമുക്കിന്ന് തികയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ചിക്കൻ ഒന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 10 ചെറിയ ഉള്ളിയൊക്കെ ചതച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്ത കാരണം ഞാൻ ഒരു 1.5 സബോള ഇതേപോലെ ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. കീറിയെന്ന് ഉദ്ദേശിച്ചത് മുറിച്ചിട്ട് അരിഞ്ഞിട്ട് കേട്ടോ. പിന്നെ ഇതൊരു മീഡിയം സൈസിലൊരു തക്കാളി, ചെറിയ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് പൊടികളായിട്ട് ചേർക്കാൻ പോകുന്നത് മുളക് പൊടി, ഒരു നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അങ്ങനെ ഇനി നമുക്കിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല, എത്ര പൊടി ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞാനിതിൽ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. കുറേ നാളായിട്ട് ഇങ്ങനെ കറി വെച്ചിട്ട് അപ്പോൾ കാരണം വലിയൊരു ഐഡിയ ഒന്നുമില്ല. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സവോളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചിക്കനൊക്കെ കൂടി നല്ലപോലെ തന്നെ അങ്ങോട്ട് കുഴച്ച് സെറ്റാക്കി എടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വെള്ളം നമ്മളിൽ ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു കപ്പിൽ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അധികം വെള്ളമൊന്നുമില്ല കേട്ടോ. പിന്നെ ചിക്കനിൽ നിന്നൊരു വെള്ളം ഇറങ്ങി വരുമല്ലോ, പ്രത്യേകിച്ച് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച ചിക്കനായ കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അടുപ്പിലാണ് കേട്ടോ ഇന്നത്തെ പാചകം. അപ്പോൾ നമുക്കിത് അടുപ്പിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ തീയൊക്കെ നല്ലപോലെ തന്നെ കത്തിയിട്ടുണ്ട്, പിടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പിൽ കേട്ടോ. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നാളികേരം റെഡിയാക്കി എടുക്കാം. വെക്കുകയല്ലേ, അപ്പോൾ നാളികേരം ഒന്ന് വറക്കാനായിട്ട് ഞാനിത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ നാടൻ കറിവേപ്പിലയൊക്കെ ഇപ്പോൾ നല്ല ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേതിങ്ങനെ ഒരു പ്രാണിയൊക്കെ കടിച്ച് ഒരു ജാതിയായിരുന്നു ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ഇപ്പോൾ നല്ല ഫ്രഷായിട്ട് കുറേ അങ്ങോട്ട് തളിർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് മൈലാഞ്ചിയും കണ്ടോ നല്ല പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ കറിവേപ്പില ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് ചിക്കൻ അപ്പോഴേക്കും ഇതൊന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. തീ നല്ലപോലെ കത്തുന്നുണ്ട് കേട്ടോ. അത് കാരണം തന്നെ പെട്ടെന്ന് തന്നെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് അടച്ച് വെച്ചിട്ട് അവിടെ വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്കവിടെ കുറച്ച് പണിയുണ്ട്. ഇത് കണ്ടോ, മഴ പെയ്ത സമയത്ത് മഴവെള്ളം കുത്തി വീണിട്ട് ഇവിടെ കുറച്ച് പൊളിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും അടുപ്പ് കത്തിക്കണമല്ലോ വെച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ രാവിലെ തന്നെ കുറച്ച് മണ്ണൊക്കെ വെച്ച് അവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സിമെൻറ്റും കൂടി തേച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിൽ കൂടെ എന്നാലേ നല്ല ഉറപ്പിൽ അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ അടുപ്പൊന്നും ഇതുവരെ എവിടെയും പൊട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് വെള്ളം കുത്തി വീണ കാരണം രാത്രിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കന്നെ നോക്കാനും അറിഞ്ഞില്ലല്ലോ. എന്നാലും ഞാൻ ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. തീയൊക്കെ നല്ലപോലെ കത്തുന്നുണ്ട്. പിന്നെ നാളികേരം ഒന്ന് ചിരവിയെടുക്കണം. അപ്പോഴേക്കിത് നാളികേരം പൊതിച്ചത് നോക്കിയപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളികേരം ഇപ്പോൾ അന്ന് ഉമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെങ്ങൾ അവിടെ നിന്ന് ഓട്ടോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. കുറച്ച് നാളികേരം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ ഫാൻ ഇപ്പോൾ ഒരെണ്ണം കേടായിട്ടിരിക്കുകയായിരുന്നു. ഒരു ഫാൻ മേടിച്ചു. പിന്നെ ആളൊരു ഫാനും കൂടി കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ, മറ്റേ ടേബിൾ ഫാന്. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട്. വൈകുന്നേരം കിടക്കുമ്പോൾ നല്ല കാറ്റുണ്ട് കേട്ടോ. എന്നാലും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചൂടിങ്ങനെ എയറൊന്നും അധികം അങ്ങനെ പുറത്തേക്ക് പോവാത്തൊരു ഇതായ കാരണം കൊണ്ട് തന്നെ നല്ല പോലെ തന്നെ ചൂട് ഉള്ളിലുണ്ടാവും കേട്ടോ. അങ്ങനെ നാളികേരമൊക്കെ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒത്തിരി പേര് ലൈക്ക് ചെയ്തിട്ടും കമൻറ്റ് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. തുടർന്ന് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അതുപോലെ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ഒക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും ചെയ്ത് വെക്കാൻ ആരും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളികേരമൊക്കെ ഒന്ന് പൊതിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നാളികേരം ഞാൻ ചിരവിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിരവിയെടുത്തതിന് ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള നാളികേരം എടുക്കുക. അതിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം എടുത്തിട്ട് നമ്മൾ വറുത്തെടുക്കുന്നത്. മൊത്തം വറക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവും കുറച്ച് കറിവേപ്പിലും ഒരു 3 അല്ലി വെളുത്തുള്ളി, ചെറുതൊക്കെ ആണെങ്കിൽ 2 മതി കേട്ടോ. പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉള്ളില്ലാത്ത കാരണം ചെറിയൊരു പീസ് സബോള ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഈ സമയത്ത് തീ മൊത്തത്തിൽ കൂട്ടി വെക്കരുത്, സിമ്മിലിട്ട് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയും ചെയ്യും. ആ കരിഞ്ഞതിൻ്റെ ഒരു ചൊയ ഉണ്ടാവും കേട്ടോ കറിയിൽ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അതെ സബോളയൊക്കെ എന്താ പറയുക, നാളികേരമൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇനി നമുക്ക് നല്ലപോലെ ഈ നാളികേരം ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ ഇതേ നാളികേരമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് നമ്മൾ അരച്ചെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതേ നാളികേരമൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് ചിക്കനൊക്കെ ഇതേ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ട, അധികം ചാറൊന്നുമില്ല കേട്ടോ, അത്യാവശ്യത്തിനുള്ള ചാറയിലുള്ളൂ. പിന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നൊരു വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നാളികേരമൊക്കെ നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കാറ്റില്ലാത്ത കാരണം കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാനിവിടെ പുകഞ്ഞ് എൻ്റെ കണ്ണൊക്കെ ആകെ നീറൂട്ടോ ഇവിടെ നിന്നിട്ട്. വലിയ കാറ്റൊന്നും ഇല്ല കേട്ടോ. അത് കാരണം കൊണ്ട് തീയും നന്നായി കത്തുന്നുണ്ട്. അങ്ങനെ കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ വല്ലാണ്ട് ലൂസായിട്ട് തോന്നും, പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല കുറുകിയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ അതേ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അങ്ങോട്ട് ഇറക്കിയിട്ട് ഈ അടുപ്പിൽ തന്നെ ഞാൻ കുറച്ച് കുടിക്കാനുള്ള വെള്ളം കൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു കലത്തിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നാളെ ഒരു ഉച്ച വരെ ഉള്ളത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കറി ഒന്ന് ഇറക്കിയതിൻ്റെ ശേഷം ഞാനതിലേക്ക് കുടിക്കാനുള്ള വെള്ളം ഒരു ചെമ്പിലെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ഓട്ടടയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതേ കറി ഞാൻ അകത്തുനിന്നാണ് കേട്ടോ കാച്ചിരിക്കുന്നത്. ഇപ്പോൾ അടുപ്പത്ത് കാച്ചിയെടുത്ത് നമ്മളത് അവിടേക്ക് ഒഴിച്ചു കൊടുക്കാൻ കുറച്ച് പാടുണ്ട്. അവിടെ അതിനുള്ള സ്ഥലമില്ല കേട്ടോ. അപ്പോൾ അകത്തുനിന്ന് കാച്ചാൽ വെച്ചിട്ട് ഞാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ചെറിയുള്ളി അല്ല കേട്ടോ, സബോള ഉള്ളി തന്നെ വയറ്റിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളി തന്നെയാണ് നമ്മളിതിൽ ചേർക്കാൻ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവട്ടെ, അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങോട്ട് മൂപ്പിച്ചത് കറിയിലേക്ക് താളിപ്പം അങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ട കറി കുറച്ചൊക്കെ കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ഇരിക്കും തോറും ഒന്നും കൂടി കട്ടിയായി വരും കേട്ടോ. ചട്ടിയിലാകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതേ നമ്മൾ രാവിലെ തന്നെ അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത പച്ചരിയാണ് കേട്ടോ. പച്ചരി നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഒരു രാവിലെ കുതിർത്ത് വെച്ച് ഇപ്പോഴാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. ഇപ്പോൾ സമയം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചെറിയൊരു പീസ് സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇന്ന് എൻ്റെ കയ്യിൽ ഉള്ളി ഇല്ലാത്ത വല്ലാത്തൊരു മിസ്സിങ് ആയി പോയിട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ നാളികേരും ചെറിയ ഉള്ളിയും ചേർത്തിട്ടാണ് കേട്ടോ നമ്മളിത് അരച്ചെടുക്കുന്നത്. ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ള അരി മാത്രം ഇതൊന്ന് കുറച്ച് അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ മിക്സും കൂടി ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം, ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അപ്പം തന്നെ മിക്സ് ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ കട്ട പിടിക്കും കേട്ടോ. വേഗം തന്നെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതേ കുറച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് വേഗം റെഡിയാക്കി എടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, വേഗം തന്നെ റെഡിയാക്കി എടുക്കാം. ഓട്ടട ഉണ്ടാക്കാൻ അറിയുന്നവർക്കൊന്നും നമ്മളിത് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട കേട്ടോ. എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. പിന്നെ ഇതേ സംഭവിച്ചത് വേറെ ഒന്നുമല്ല, എൻ്റെ ചട്ടി പൊട്ടിത്തെറിച്ചു. ഇതെന്താ സംഭവം എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാവട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ക്യാമറ ഓണാക്കി സെറ്റാക്കി വരുന്ന ടൈമിൽ നോക്കിയപ്പോൾ ടപ്പെന്നൊരു സൗണ്ട് കേട്ടു. ഇത് അടച്ച് വെച്ച കാരണം വേറെ എവിടേക്കും തെറിച്ചില്ല കേട്ടോ. ഇത് കണ്ട എൻ്റെ ചട്ടി പൊട്ടിപ്പോയി. ആഗ്രഹിച്ച് മേടിച്ചൊരു ചട്ടിയായിരുന്നു, എന്താ ചെയ്യാം. പിന്നെ രക്ഷയൊന്നുമില്ല, നമ്മുടെ വെള്ളയപ്പ ചട്ടിയിൽ തന്നെ അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇതിന് മുമ്പ് ഞാനൊരു വെള്ളയപ്പ ചട്ടിയിൽ നമ്മൾ ഓർഡർ ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണാത്തവരൊന്ന് കാണണേ. പിന്നെ നമ്മുടെ ചാനലിൽ ഇതുപോലത്തെ കുറേ റെസിപ്പികളൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കയറി കാണാൻ, ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓട്ടടയ്ക്ക് ആ മാവൊക്കെ ഞാനത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ വെച്ച സമയത്ത് മൂടി വലിപ്പം കൂടി പിന്നെ ഞാൻ മൂടി മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക, നമ്മുടെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ഓട്ടടയുടെ ടേസ്റ്റ് നമുക്കിതിന് കിട്ടില്ല. പക്ഷേ നമുക്ക് എന്താ പറയുക, ആഗ്രഹം കൊണ്ട് അങ്ങോട്ട് കഴിക്കാമെന്ന് മാത്രം കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ലാതെ നിറച്ച് ഹോൾസൊക്കെ വന്ന് ഓട്ടട അങ്ങോട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇവിടെ സുഡാപ്പിക്ക് ഓട്ടട വലിയ താല്പര്യമില്ല, ഒന്നൊക്കെ കഴിക്കുമെന്ന് മാത്രം. പിന്നെ ആൾ പറഞ്ഞു എനിക്ക് ചോറ് മതി എന്ന് പറഞ്ഞു. പിന്നെ ചിക്കൻ കറി കണ്ടപ്പോൾ പിന്നെ വേറെ ഒന്നും വേണ്ട, ചിക്കൻ കറി കൂട്ടി ചോറുണ്ടോളാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതെങ്ങനെ ഓട്ടട ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതും അങ്ങനെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓട്ടടയൊക്കെ ഇതിൽ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കലക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓട്ടടയൊക്കെ റെഡിയാക്കി ഇങ്ങനെ ഞാൻ എടുത്തു വയ്ക്കുന്ന സമയത്താണ് കേട്ടോ മൂത്തമ്മ വന്നത്. അങ്ങനെ മൂത്തമ്മ നമ്മുടെ കടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സുഗീനും ഉഴുന്നുവടയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇതേ കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഓട്ടട കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ഇത് ഇപ്പോൾ ഏകദേശം നോമ്പ് തുറക്കണ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ സുഗീനും ഉഴുന്നുവടയൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ വെള്ളം വേഗം കലക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ തണുത്ത വെള്ളം ഒന്നും അങ്ങനെ കുടിക്കണില്ല, അപ്പോൾ തന്നെ കലക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും വിഭവങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.